എനിക്ക് 2006 ഒരു കാർ ആക്സിഡൻറ്റ് പറ്റിയതാണ്. അന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ 2 സുഹൃത്തുക്കളെ ചേർത്തലയിലുള്ള അവരെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പോയതാണ്. ഞാൻ വീണ്ടും അത്തരം കാര്യങ്ങൾ ചോദിക്കുകയോ അല്ലെ ആ ഓർമ്മയിലേക്ക് കൊണ്ടുപോകുകയോ ചെയ്യുന്നത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. അല്ല, ഞാൻ ജീവിതത്തിൽ ഇതൊരു ദുരന്തമായിട്ടൊന്നും ഇപ്പം കാണുന്നില്ല. ഇല്ല, നമുക്ക് ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായി. അത് ദുരന്തമാകുന്നതാണ്. ദുരന്തമാകുന്നത് നമുക്ക് പിന്നെ ഒരു ഡിസേബിൾ മനുഷ്യനെന്നുള്ള രീതിയിൽ ഈ ലോകത്ത് ജീവിക്കുന്നതിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതിനെ ദുരന്തമാക്കുന്നത്. അപ്പം നമ്മൾ കാഴ്ചയിൽ കാലിനൊടിവോ കൈക്കൊടിവോ ഇങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഈ സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ളത് വെച്ച് ഇതൊക്കെ മാറി സർവൈവ് ചെയ്ത് വരുന്നവരും ഉണ്ടല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് നമ്മളെന്ന് തന്നെ സ്വാഭാവികമായും നമ്മളപ്പോൾ വിശ്വസിക്കും. അതൊരു ആശ്വാസത്തിന് വേണ്ടി വിശ്വസിക്കുന്ന ആണ്. അത് പിന്നെയാണ് മനസ്സിലാവുന്നത്. അല്ല, കോളേജിൽ വിദ്യാർത്ഥി സംഘടന പ്രവർത്തനം മുഴുവൻ സമയം ഏതാണ്ട് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ ഇത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു അവിശ്വസനീയത ആദ്യം വന്ന് കയറും. എന്തും ചുറ്റും നടക്കുമ്പോഴും നമുക്കിത് സംഭവിക്കില്ല എന്നാണല്ലോ ആയിരിക്കുമല്ലോ നമ്മൾ. തീർച്ചയായിട്ടും സാധാരണ മനുഷ്യരെ പോലെ വിഷമവും ഇതുമൊക്കെ നമുക്ക് എല്ലാ കാലത്തും അക്കാലത്തും വരും, ഇത് വരും. പക്ഷെ അത് പരമാവധി ആൾക്കാരെ ഫ്രണ്ട് ഇരുന്ന് ചെയ്തിട്ടില്ല. 1-2 തവണയൊക്കെ കൈവിട്ട് പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഉള്ളൂ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. 2006 കാലഘട്ടം തിരുവനന്തപുരം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും മറ്റു ജില്ലകളിലുമൊക്കെ ഏറെ പരിചിതനായ ഒരു യുവാവ്. കോളേജ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു അയാൾ. കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു സെമി ഹീറോ പരിവേഷമുള്ളയാൾ. ഒരാൾ വന്നൊരാവശ്യം പറഞ്ഞാൽ ആ ആവശ്യം നടത്തി കൊടുക്കുന്നതിന് വേണ്ടി സമയവും കാലവും ഒന്നും നോക്കാതെ ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾ. അങ്ങനെ ഏവർക്കും പ്രിയങ്കരനായ ഒരാൾ, ഉപകാരിയായ ഒരാൾ. എന്നാൽ ഒരു സിനിമാ കഥ പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു അപകടം സംഭവിക്കുന്നു. അപകടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു അപകടത്തിൽപ്പെട്ട 2 പേരെ ചികിത്സയ്ക്ക് ശേഷം അവരുടെ സ്വന്തം വീടുകളിലേക്ക് കൊണ്ടുപോയി വിട്ടതിന് ശേഷം തിരികെ വരുന്ന സമയത്ത് ഇവരുടെ വാഹനം അപകടത്തിൽപ്പെടുകയും അദ്ദേഹത്തിന് അതിദാരുണമായ ഒരു അപകടം സംഭവിക്കുകയും ചെയ്യുന്നു. അതോടെ അദ്ദേഹത്തിൻ്റെ ജീവിതം ആകെ മാറി മറിയുന്നു. ഒരു പക്ഷിയെപ്പോലെ പറന്നു നടന്ന ആ യുവാവ് പിന്നീട് ഒരു ചിറകറ്റ പക്ഷിയെപ്പോലെയാകുന്നു. വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അയാളുടെ ജീവിതം. ചില ഘട്ടത്തിൽ ഞാൻ എന്തിനിങ്ങനെ ജീവിക്കണം എന്ന് പോലും ചിന്തിക്കാൻ തുടങ്ങി. ജീവിതം അവസാനിപ്പിച്ചാലോ എന്നുവരെ ആലോചിച്ചു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി. എന്തിനാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്? എന്തിനാണ് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത്? ഈ അവസ്ഥയിലും എനിക്ക് പലതും ചെയ്യാനാകില്ലേ? അങ്ങനെ പോസിറ്റീവായി ചിന്തിച്ച ആ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു നല്ല ആശയം ഉരുത്തിരിഞ്ഞു വരുന്നു. അതായത് മറ്റുള്ളവർക്ക് ആശ്രയമായി മാറാൻ ഒരു മാർഗം. അങ്ങനെ അദ്ദേഹം ഇന്ന് ശാരീരികക്ഷമത നഷ്ടപ്പെട്ട കുറേയേറെ പേർക്ക് ഒരു വലിയ ആശ്രയമായി മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ തിരുവനന്തപുരം സ്വദേശിയായ ഒരു ഗോകുലിനെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ്. ഈ ഗോകുലിനെ കുറിച്ചാണ് ഞാൻ ഇത്രയധികം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതും. ഗോകുലിൻ്റെ ജീവിതത്തിൽ ചില അനുഭവങ്ങളുണ്ടായി. ആ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഗോകുലിനോട് കുറച്ചു നേരം നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഏതൊരാളുടെയും ജീവിതത്തിലേക്ക് വളരെ ഉപകാരപ്രദമായി മാറുന്ന കാര്യങ്ങളാണ്. അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളോട് കാര്യങ്ങൾ പറയുമ്പോൾ അത് ഏവർക്കും സ്വീകാര്യമാകുന്ന അല്ലെങ്കിൽ സ്വീകാര്യമാകേണ്ടുന്ന കാര്യങ്ങളാണല്ലോ. എന്തായാലും ഞാൻ ഗോകുലിനെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നേരിട്ട് കണ്ടിരുന്നു. എന്നോട് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഗോകുല് ഈ വീട്ടിലാണുള്ളത്. ആള് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, ഇരിക്കുന്നു. ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാം. അടുത്ത് തന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഹായ് ഗോകുൽ. ഹായ്, നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇതൊരു 2ാം കൂടിക്കാഴ്ചയാണല്ലേ? അതെ. എപ്പോൾ എത്തി ഇവിടെ? ഞാനൊരു 1 മണിക്കൂറായി. 1 മണിക്കൂറായി. ഇത് ഫ്രണ്ടിൻ്റെ വീടാണല്ലേ? ഫ്രണ്ടിൻ്റെ വീടാണ്. എന്താ ഫ്രണ്ടിൻ്റെ പേര്? മഹാജൻ. പിന്നെ എങ്ങനെ വന്നു ഇങ്ങോട്ട്? കാറിൽ വന്നു. ഇപ്പോഴും സ്വന്തമായിട്ട് തന്നെ? സ്വന്തമായിട്ടല്ല, വണ്ടി എൻ്റെ സ്വന്തം വണ്ടി വർക്ക്ഷോപ്പിലാണ്. ഒരു സുഹൃത്തിൻ്റെ കൂടെ വന്നതാണ്. സ്വന്തം വണ്ടി ഓടിക്കും. നേരത്തെ ഇവിടെ കൊല്ലത്ത് വരെ വന്നിട്ടുണ്ടോ? അങ്ങനെ കൊല്ലത്തല്ല, ഞാൻ ഹൈദരാബാദ്, ബാംഗ്ലൂരൊക്കെ ഒരുപാട് അത്രയും ദൂരം വരെയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ഈ വണ്ടി എടുത്തിട്ട് ഒരു ട്രൈ കൺട്രി പോകാനാ പ്ലാൻ ചെയ്യുന്നത്. നേപ്പാളും ഭൂട്ടാനും എല്ലാം കൂടെ ചേർന്ന് അതൊരു 3-4 വർഷമായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഓരോ കാരണം കൊണ്ട് നീണ്ടു പോയി. അപ്പോൾ അത് മിക്കവാറും ഈ വർഷം അല്ലെങ്കിൽ മാക്സിമം അടുത്ത വർഷം ചെയ്യണം. കണ്ടിന്യൂസ് അങ്ങനെ അത്രയും ദൂരം വരെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഒരു 40 ദിവസത്തെ പ്ലാനാണ്. ഒരു 12,000 കിലോമീറ്റർ ഉണ്ട്. നേപ്പാളും ഭൂട്ടാനും, ഇന്ത്യ ബാക്കി ഭാഗം.
അല്ല അപ്പൊ അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ അല്ല, അത് റെഗുലറായിട്ട് നമ്മളിപ്പോൾ ഒരു 250-300 കിലോമീറ്റർ ഒരു ദിവസം കവർ ചെയ്യുന്നുള്ളൂ. ആ പോയി എന്നിട്ട് പ്രോപ്പറായി താമസിച്ച് രാവിലെ എണീറ്റ് അങ്ങനെ പോകാനാണ്. അല്ലാതെ ഇത് വെറുതെ ഒരു ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി എന്ന് എനിക്ക് നേരത്തെ അറിയാം, എങ്കിലും ഞാൻ ചോദിക്കാം. ക്രേസ് ആണ് അല്ലേ ഡ്രൈവിംഗ്? അതെ അതെ അല്ലേ? ആക്ച്വലി ഡ്രൈവിംഗ് ക്രൈസ് ആയിരുന്നു എന്ന് വെച്ചാൽ ആയിരുന്നു. ഡ്രൈവിംഗ് ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്ക് ഈ ആക്സിഡന്റ് മുമ്പ് ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു. ആ എനിക്കിത് ആക്സിഡന്റിന് മുമ്പ്. ഓ അതെ, അപ്പൊ അതിനുശേഷമാണോ ഡ്രൈവിംഗ് അതെ പഠിക്കുന്നത്? അതെ. ഞാൻ ഈ വണ്ടി ഇതായതിനു ശേഷം അതിന് മുമ്പ് 1-2 തവണ വെറുതെ ഒന്ന് ഓടിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ആ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഡ്രൈവിംഗ് ഒന്നും അറിയില്ലായിരുന്നു. ഇല്ലായിരുന്നു. ഇല്ല, ആക്സിഡന്റ് ശേഷം ഈ ഹാൻഡ് കൺട്രോൾ വെച്ച് പഠിച്ചതാണ്. ഓ ശരി, ഓക്കെ ഓക്കെ. പിന്നെ ഇത്രയും നാളുകൊണ്ട് 4.5 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിച്ചു. 4.5 ലക്ഷം. ഇപ്പൊ 4ാമത്തെ കാറാണ്. അയ്യോ ഗ്രേറ്റ്, അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഗൂഗിളിനെ അറിയുന്നത്. ലാൽജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എൻ്റെ ഒരു കൊളീഗായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തി തരാം, ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ചാൽ മതി എന്നൊക്കെ. എന്തായിരുന്നു സത്യത്തിൽ ഗൂഗിളെ സംഭവിച്ചത്? എനിക്ക് ഗൂഗിൾ ഇങ്ങനത്തെ ഒരാളെ ആയിരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട് അല്ലേ? അതെ അതെ. എനിക്ക് 2006 ഒരു കാർ ആക്സിഡന്റ് പറ്റിയതാണ്. അന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ 2 സുഹൃത്തുക്കളെ ചേർത്തലയിലുള്ള അവരെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പോയതാണ്. തിരിച്ച് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ കാറിൽ തിരിച്ചു പോവുകയായിരുന്നു. ആ സമയത്ത് ഞാൻ എന്നിട്ട് രാത്രിയായിരുന്നു. ഞാൻ കാറിൻ്റെ ബാക്ക് സീറ്റിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്നാണ് തോന്നുന്നത്. വണ്ടി പോയി ഒരു മരത്തിലിടിച്ചു. അങ്ങനെ എനിക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നു. അന്നത്തേന് ശേഷം പിന്നീട് നീണ്ട കുറച്ച് കാലം കിടപ്പിലും പിന്നീട് വീൽ ചെയറിലുമായി ഇങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത്. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യവും കൂടെ പിന്നെ ലാൽജി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതായത് വേറെ ഏതോ 2 ആക്സിഡന്റ് പറ്റിയ ആൾക്കാരെയും കൊണ്ട് നിങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു ഇത്. അതെ, ഈ 2 സുഹൃത്തുക്കളെ കൊണ്ടുവിടാൻ പോയി എന്ന് പറയുന്നത് അവർക്ക് ആക്സിഡന്റ് പറ്റിയതാണ്. അപ്പോൾ തലേ ദിവസം അവർ ചേർത്തലക്കാരാണ്. നമ്മളവിടെ ഈ ചെത്ത് തൊഴിലെടുക്കുന്ന ആൾക്കാരായിരുന്നു. ചെത്ത് തൊഴിൽ. ആ ഓക്കെ. അതെ. അപ്പോൾ നമ്മളവിടെ ഒന്നും പൊതുവെ അങ്ങനെ ആൾക്കാരില്ലായിരുന്നു. ഓ, നിങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ആൾക്കാരില്ല? ഇല്ല, ദൂരദേശത്ത് നിന്ന് വന്നിട്ടാണ്. അപ്പോൾ നമ്മുടെ അവിടെ ഒരു ക്ലബ്ബൊക്കെ ഉണ്ട് നാട്ടിൽ. ഓ, അപ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 പേർക്ക് ആക്സിഡന്റ് ആവുന്നു തലേ ദിവസം രാത്രി. അപ്പോൾ ഇതറിഞ്ഞിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോവുകയാണ്. രാത്രി മുഴുവൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അന്ന് ഉറങ്ങിയില്ല. രാവിലെ വീട്ടിൽ വന്ന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. കുളിച്ച് റെഡിയായി ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോഴത്തേക്ക് ഇവരെ ഡിസ്ചാർജ് ചെയ്ത് അവർ കൊണ്ടുവരുന്നു. അപ്പം ഫ്രണ്ട് അവർക്ക് എന്ത് പറ്റിയതാ? ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. അപ്പോൾ ഒരാളിന് 2 തോളലും ഒരാളിന് 2 കൈയും, അതായത് 2 പേർക്കും 2 കൈയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ അവരെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ട്രാഫിക് സ്റ്റേഷനിലും കൂടെ ഒന്ന് കയറണം എന്ന് പറഞ്ഞിട്ട്, കാരണം ഇവരെ മൊബൈലൊക്കെ അവിടെ ആയിപ്പോയി. അങ്ങനെ ഞാനും കൂടെ അതിൽ കൂടെ കയറി. സത്യം പറഞ്ഞാൽ ആദ്യം വരുന്നില്ല. അവിടെ വൈകുന്നേരം കുറച്ച് പരിപാടി ഉണ്ട്, എനിക്ക് ഉറക്കവും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പിന്നെ അപ്പോൾ ഇവരും കൂടെ ഉണ്ട്, കാരണം പോകാൻ താല്പര്യമില്ലാതെ മാറി നിന്നതായിരുന്നു. ആക്സിഡന്റ് പറ്റിയവരും കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ, അവരെയും കൂടെ കൊണ്ടുവിടാനല്ലേ. പിന്നെ അതിൽ കൂടെ കയറി പോയതാണ്. ഓ, അങ്ങനെ അവരെ കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു. തിരിച്ചു വരുന്ന വഴി. അപ്പൊ രാത്രിയായി. ഓക്കെ. ആരായിരുന്നു ഡ്രൈവ് ചെയ്ത്? എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് വീട്ടിൽ. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു വണ്ടിയിൽ? ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു? 2 പേര്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ 4 പേരുണ്ടായിരുന്നു. ഇവരെ കൊണ്ട് അവിടെ വിട്ടിട്ട് ഞങ്ങൾ ഗൂഗിൾ ബാക്ക് സീറ്റിൽ കിടക്കുമായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഈ ആക്സിഡന്റ് പറ്റുന്നത് കടമ്പാട്ട് പോണത്ത് വെച്ചാണ്. കടമ്പാട്ട് പോകണം, അറിയാം. അപ്പോൾ അതിനൊരു 10 മിനിറ്റ് മുമ്പ് വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് ഞാൻ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഇറങ്ങി ബാക്ക് സീറ്റിൽ കിടന്നതാണ്. അതുവരെ ഫ്രണ്ട് സീറ്റിലായിരുന്നു ഇരുന്നിരുന്നെങ്കിൽ ഇത്രയും പറ്റാനും സാധ്യതയില്ലായിരുന്നു. ഞാനും അത് പറയാം. ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഡ്രൈവറുടെ സൈഡാണ് പോയി ഇടിച്ചത്. അപ്പോൾ അയാൾക്ക് കാലൊടിഞ്ഞേ ഉള്ളൂ. എന്ന് പിന്നെ നമുക്കൊരു സ്വാഭാവികമായുള്ളൊരു റെസിസ്റ്റൻസ് വരികയും ചെയ്യുമായിരുന്നു. അങ്ങനെ വലിയ സ്പീഡിലൊന്നും ആയിരുന്നില്ല എന്നാണ്. എന്നിട്ട് വണ്ടി പാരലായിട്ട് വേറെ റോഡ് താഴോട്ടുണ്ട്. അങ്ങോട്ടേക്ക് പതുക്കെ അങ്ങ് പോയി വീണു. അത് വലിയ സംഭവിക്കുന്നത് ഗൂഗിള് ഇല്ല, എനിക്കതൊന്നും ഓർമ്മയില്ല. ഞാൻ പിന്നെ കണ്ണുറക്കം മെഡിക്കൽ കോളേജ് കിടക്കുകയാണ്. അതായത് ഈ ആക്സിഡന്റ് ഇടി നടക്കുന്ന സമയത്ത് ബോധം പോയി. ഞാൻ നന്നായിട്ട് ഉറങ്ങുമായിരുന്നു, നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ രാവിലെ കണ്ണുറക്കുമ്പോൾ മെഡിക്കൽ കോളേജിലാണ്. അപ്പോഴും ഈ പ്രശ്നമുണ്ട്. പുറമേ ഒരു പ്രശ്നമില്ല. മൂക്കിൽ നിന്ന് കുറച്ച് ബ്ലഡ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഇടിച്ചൊരു കറുത്ത പാട്, ഇത്രേ ഉള്ളൂ. ഗൂഗിൾ അന്നേരം ഒന്നും അറിയുന്നില്ല. ഇല്ല, അന്നേരം ഇതാണെന്ന് അറിയുന്നില്ല. അപ്പം എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും നല്ല പെയിൻ ഉണ്ട് ബോഡി. അപ്പോൾ അവർ പറഞ്ഞത് ബോഡി ഒലഞ്ഞു പോയിട്ടാണ്. 2 ദിവസം കഴിയുമ്പോൾ പെയിൻ കുറയും എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ കുറച്ച് സമയം കഴിയും തോറുമാണ് നമ്മൾ ഇത് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആണെന്ന്, സെൻസേഷൻ ഇല്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ വീണ്ടും അത്തരം കാര്യങ്ങൾ ചോദിക്കുകയോ അല്ലെ ആ ഓർമ്മയിലേക്ക് കൊണ്ടുപോകുകയോ ചെയ്യുന്നത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. അല്ല, ഞാൻ ജീവിതത്തിൽ ഇതൊരു ദുരന്തമായിട്ടൊന്നും ഇപ്പൊ കാണുന്നില്ല. ഇല്ല, നമുക്ക് ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായി, അത് ദുരന്തം ആകുന്നതാണ്.
ദുരന്തമാകുന്നത് നമുക്ക് പിന്നെ ഒരു ഡിസേബിൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഈ ലോകത്ത് ജീവിക്കുന്നതിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതിനെ ദുരന്തമാക്കുന്നത്. അല്ലാതെ എനിക്കിപ്പം ഒരു 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 വിദൂര ചിന്തയിൽ പോലും എണീറ്റ് തിരിച്ച് നടന്നു പോകണം അങ്ങനത്തെ ഒരു ചിന്തയും എനിക്കില്ല. കാരണം നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ അവസ്ഥയിൽ നിന്നൊരു ജീവിതം പടുത്തുണ്ടാക്കിയെടുത്തത്. അതിന് ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ഒന്ന് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റോൾ മോഡൽസ് ഉണ്ടാവില്ല. ഇത് മുഴുവൻ നമ്മൾ നമ്മുടേതായ അന്നുണ്ടായിരുന്ന അറിവും നമ്മുടെ ലോകവീക്ഷണമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത കുറേ സാധനങ്ങളാണ്. കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടും ഒക്കെയാണ് നമ്മൾ ഈ ഇൻഡിപെൻഡൻ്റ് ആവാൻ കുറേയേറെ ഇതായത്. അല്ലാതെ ഇപ്പം ഇതൊരു വലിയ എത്രയോ ആൾക്കാർ ഇങ്ങനെ ജീവിക്കും. സത്യത്തിൽ വളരെയധികം ആശങ്കയോടെയാണ് ഞാൻ ഗൂഗിളിൻ്റെ മുന്നിലേക്ക് എത്തിയത്. കാരണം ഒരു സാധാരണ വ്യക്തിയോട് ചോദിച്ചറിയുന്നത് പോലെയുള്ള കാര്യങ്ങളല്ല ഗൂഗിളിനോട് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചേറെ ആശങ്ക എനിക്കുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും എൻ്റെ ആ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞ ഗൂഗിൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഒരു കാരണവശാലും മടിക്കണ്ട, നിങ്ങൾക്ക് എന്നോട് എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ചോദിക്കാം, മറുപടി പറയാൻ ഞാൻ ഒരുക്കമാണ്. ഏതായാലും ഗൂഗിൾ എനിക്ക് തന്ന ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ പ്രചോദനം പിന്നീട് തുടർന്നുള്ള കാര്യങ്ങൾ ചോദിക്കാൻ എനിക്ക് വളരെയധികം പ്രേരകമായി. ഞാൻ തൊട്ടടുത്ത് തന്നെ ഗൂഗിളിനോട് ചോദിച്ചു, ഗൂഗിൾ ഈ അപകടം പറ്റി ശരീരം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ അവിശ്വസനീയത ഉണ്ട്. പിന്നെ നമ്മൾ എവിടെയൊക്കെയോ ഈ നമ്മുടെ ഫിസിക്കലി നമുക്ക് വേറെ പ്രശ്നമില്ല. ഈ പറഞ്ഞ ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറി, അപ്പം നമ്മൾ കാഴ്ചയിൽ കാലിനൊടിവോ കൈക്കൊടിവോ ഇങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഈ സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ളത് വെച്ച് ഇതൊക്കെ മാറി സർവൈവ് ചെയ്ത് വരുന്നവരും ഉണ്ടല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് നമ്മളെന്ന് തന്നെ സ്വാഭാവികമായും നമ്മളപ്പോൾ വിശ്വസിക്കും. അതൊരു ആശ്വാസത്തിന് വേണ്ടി വിശ്വസിക്കുന്ന ആണ്. അത് പിന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പോഴത്തേക്ക് ഇത് കുറച്ച് കാലം പിന്നെ ഡോക്ടേഴ്സ് പറയുന്നത് ആദ്യത്തെ 6 മാസം കൊണ്ട് വരാവുന്ന ചേഞ്ചാണ് മാക്സിമം. അപ്പോൾ ആദ്യം 6 മാസം എന്ന് വിചാരിക്കും. പിന്നെ നമുക്ക് ഗൂഗിൾ ഉണ്ടല്ലോ, ഗൂഗിൾ എടുത്ത് വായിച്ചു നോക്കും. അപ്പോൾ അതിനകത്ത് 14 വർഷം 15 വർഷം 30 വർഷമൊക്കെ റിക്കവറി ആയി വന്ന ഇൻഡിവിജ്വൽ കേസസ് കാണും. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് ആശ്വസിക്കാൻ മനുഷ്യന് കാരണം മതി അതെ ആ സമയത്ത്. പിന്നെ അത് പതുക്കെ ഗ്രാജുവലി നമ്മൾ അതിലോട്ട് എത്തും. ഇതൊരു റിയാലിറ്റി ആണെന്നും ഇത് മനസ്സിലാവും. പിന്നെ നമ്മളിത് എന്താണ് തീരുമാനിക്കുന്നത്, നിങ്ങൾക്ക് അവിടെ കിടക്കാം, ആരും നിങ്ങളെ ശല്യപ്പെടുത്താനൊന്നും വരില്ല, സമയാസമയം ഫുഡ് എത്തും, വല്ലപ്പോഴും കൂട്ടുകാരൊക്കെ വരാം, പുറത്തു പോവാം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷനുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ലൈവായിട്ട് നമുക്ക് വല്ലതും ചെയ്യണോ, അത് എനിക്ക് എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ഈ അവസ്ഥയിലുള്ള സകലർക്കും ജീവിതത്തിലോട്ട് തിരിച്ചു വരണം എന്ന് അതിഭീകരമായ ആഗ്രഹം ഉണ്ടാവും തീർച്ചയായിട്ടും. പിന്നെ അതിനുള്ള വഴിയോ എന്തൊക്കെയോ അവരുടേതല്ലാത്ത കാരണത്താലും കൂടി വരുന്ന കുറേ ഫാക്ടേഴ്സ് കൊണ്ടാണ്. ഒരാളിന് ഇത് പറ്റിക്കഴിയുമ്പോൾ അയാളുടെ പ്രായം, ഒരു നമ്മളെ സൊസൈറ്റിയിലാണെങ്കിൽ ജെൻഡർ, കാസ്റ്റ്, ഇതെല്ലാം ബാധിക്കുമല്ലോ. ഈ ഇൻസിഡന്റ് ഉണ്ടായിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ 20 വർഷമായി. അടുത്ത ആഴ്ച 20 വർഷം തികയും. അടുത്ത ആഴ്ചയാകുമ്പോൾ. അപ്പോൾ ഗൂഗിൾ അന്ന് എനിക്ക് തോന്നുന്നു പറന്ന് നടക്കുന്ന ഉറപ്പായിട്ടും 20കളുടെ തുടക്കമല്ലേ. അപ്പോൾ ആ സമയത്ത് പറന്ന് നടക്കുക തന്നെയായിരുന്നു. എക്സാക്ട്ലി. അല്ല, കോളേജിൽ വിദ്യാർത്ഥി സംഘടന പ്രവർത്തനം മുഴുവൻ സമയം ഏതാണ്ട് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അത്രേ ഉള്ളൂ. അതെ, അങ്ങനെ അറിയാമെന്നും പറഞ്ഞിരുന്നു. ഓക്കെ. ആ സമയത്തെ കുറിച്ചൊക്കെ തന്നെയാണ് പഠിച്ചത് വളർന്നു എല്ലാം തിരുവനന്തപുരം സിറ്റി തന്നെയാണ്. മോഡൽ സ്കൂൾ പോലെ ഒരു സ്കൂളിൽ പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്യാമ്പസ് നിന്നും അവിടുത്തെ വിദ്യാർത്ഥികളുടെ നമ്പറും ഒക്കെ വളരെ വലുതല്ലേ. അപ്പം തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭാഗം അതിനകത്ത് എപ്പോഴും കാണും. അങ്ങനെ ആ രീതിയിലൊരു ഇതുണ്ട്. അത് ഉറപ്പായിട്ടും നല്ലൊരു പാർട്ടി പ്രവർത്തകനായിരുന്നു അനുഭവം അല്ലേ. അങ്ങനെയൊക്കെ ഒരുപാട് വലിയൊരു സൗഹൃദ വലയം ഗൂഗിളിന് ചുറ്റും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. കുറേ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്താണ് ബാല്യവും ഇതുമെല്ലാം കടന്നു വന്നിട്ടുള്ളത് വ്യക്തിപരമായിട്ട്. അപ്പോൾ അത് എനിക്ക് പറയുന്ന പിന്നെ ഈ സംഘടനാ പ്രവർത്തനം കൊണ്ട് കിട്ടിയിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മളൊരിക്കലും ഒരു വ്യക്തി എന്നുള്ള ഒരു ഇടുങ്ങിയ സ്ഥലത്ത് നിന്ന ആളല്ല. കുറച്ചുകൂടെ കാര്യങ്ങളെ സംബന്ധിച്ചും, അതായത് ഒരു ഊണ് വാങ്ങിച്ചു വെച്ച് 10 പേര് കഴിക്കുന്ന, എല്ലാവർക്കും ഓരോ പിടി കിട്ടുന്ന, ഊഹിക്കാമല്ലോ കോളേജ് കാലത്തൊക്കെ നമ്മൾ ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഷെയറിങ്ങിലൂടെയും അങ്ങനെ ഒരു സാമൂഹികമായി വളർന്നൊരു ലൈഫാണെന്നാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് തന്നെ നമുക്കത് വേറെ രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. അത് ഇത്രയും വലിയൊരു സുഹൃത്ത് വലയം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കുറേ അധികം കാലം, ഇവൻ ഇപ്പോഴും പറയാനുണ്ട്, നമുക്ക് മടുക്കുന്നവരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട്. ആദ്യഘട്ടത്തിൽ ഞാനിത് പേടിച്ചിരുന്നു. ഒരു 5-6 മാസം കഴിയുമ്പോൾ പിന്നെ ഇനി ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്നൊക്കെ. ഈ സംഭവത്തിന് ശേഷം അപ്പോഴും അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് വേറെ ഒരു കാര്യമുണ്ട്, ഈ സോഷ്യൽ മീഡിയ അപ്പോഴാണ് തുടങ്ങുന്നത്. 2006 ഞാൻ അപ്പം തന്നെ ഒരു സിസ്റ്റം വാങ്ങിച്ചു വെച്ച് ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തിരുന്നതാണ്. അപ്പൊ പിന്നെ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ എഴുത്തൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ എല്ലാവരും എഴുതുന്ന വായിക്കുമായിരുന്നു. സമയം അതിനകത്ത് കളയും.
കളയുമെന്നല്ല, അതാണ് നമ്മൾ ഒരു പരിധി വരെ. പിന്നെ ഈ ഇൻ്റർനെറ്റ് ആണല്ലോ അത്. അപ്പം നമുക്ക് ഏത് ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയും ഈ അവസ്ഥയിൽ മെച്ചപ്പെട്ട് ജീവിക്കുന്നത് എങ്ങനെയെന്നുള്ളതിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ കുറച്ച് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നിന്നുള്ളതിനെ കിട്ടാനൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ അതും സഹായിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഗൂഗിളിന് സംഭവിച്ചതുപോലെ സ്വന്തം ജീവിതത്തിൽ അവിചാരിതമായിട്ട് ചിലത് സംഭവിച്ചവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് കൂടെ ഉണ്ടായിരുന്നവർ ഇതുപോലൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ കൂടെ കാണില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു, ഗൂഗിൾ മുമ്പുണ്ടായിരുന്ന സൗഹൃദങ്ങളൊക്കെയും ഇപ്പോഴും ഉണ്ടോ എന്ന്. സത്യം പറഞ്ഞാൽ അത് ചില ആൾക്കാർക്ക് കാണുന്ന ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനകത്തുള്ള ശരി നമുക്ക് തിരഞ്ഞു പോയാൽ ചിലപ്പം അതിനാൽ അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ വരേണ്ടതല്ലേ എന്നൊക്കെ ആ സമയത്ത് അങ്ങനെ തോന്നിയിട്ടുള്ള ചില അടുത്ത സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ ഓവറോൾ ഈ വലിയ നമ്പറാണെങ്കിൽ നമ്മുടെ ഒരു റൂമിനകത്ത് കൊള്ളാമെന്നുള്ള ആൾക്കാരല്ലേ നമ്മൾ വിചാരിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ആളുണ്ട്. ഇപ്പോൾ ഒരു 4-5 പേരുണ്ടെങ്കിൽ തന്നെ ഒരു റൂം നിറഞ്ഞിരിക്കും. അപ്പോൾ അതെപ്പോഴും ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ അത്തരം വിഷമങ്ങളൊന്നും വ്യക്തിപരമായി എനിക്കില്ലായിരുന്നു. പക്ഷെ അതല്ല ബാക്കിയുള്ളവരുടെ അവസ്ഥ, സത്യമാണ്. പിന്നെ വളരെ അടുത്ത ചില ആൾക്കാർ പിന്നെ ഒരു ഘട്ടം വരെ കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ നന്നായി തോന്നുകയോ നിൽക്കാതെ ഓടിക്കളയോ ഒക്കെ ചെയ്തതൊക്കെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ആരാധകർ ഒരുപാടുണ്ടാവുമ്പോൾ ഒരു ആരാധിക സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുമല്ലോ. പ്രണയം ഉണ്ടായിരുന്നു അന്ന് പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയമിയാണോ ഇപ്പോൾ അല്ല ഉള്ളത്? അല്ല, വേറെ ആളാണ്. അവരെങ്ങോട്ട് പോയി? അവര് വേറെ വിവാഹം കഴിച്ചു പോയി. ഈ സംഭവത്തിന് ശേഷം സംഭവം നടന്ന ഒരു 3-4 വർഷത്തിന് ശേഷം ആണോ? അതുവരെ സ്ഥിരം. പിന്നെ ഒരു തവണ പോലും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടില്ലേ? ആക്സിഡന്റിന് ശേഷം സ്ഥിരം പിന്നെ വന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടുതൽ പറയണ്ട, ആള് ജീവിച്ചില്ല. പോട്ടെ, ഞാൻ അങ്ങനെ കൂടുതൽ ചോദിക്കുന്നില്ല. പിന്നെ അത് ഈ പറഞ്ഞ പോലെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് വേണം. അതിന് ശേഷമാണ് എനിക്ക് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ട്രോമ കറക്റ്റ് ഫീൽ ചെയ്ത് തുടങ്ങുന്നത്. ഈ ഇൻസിഡൻറ്റിന് ശേഷം പിന്നുള്ള ജീവിതം വേറൊന്നാണ് യഥാർത്ഥത്തിൽ. പിന്നെ ഒരു 4-5 വർഷം ഞാൻ അതിൽ തന്നെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് പതുക്കെ ഇങ്ങനെയായിരുന്നു. പിന്നെയാണ് നമുക്ക് കാര്യങ്ങളെ പറ്റി ഒരു ധാരണ വരുന്നത് കൃത്യമായിട്ട്. ഇതെങ്ങനെയാണ് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, നമുക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് ഈ വ്യക്തിയും കൂടെ നമ്മളിൽ നിന്ന് അകന്നു പോയതിന് ശേഷമോ? അത് ഈ പറഞ്ഞ പോലെയാണല്ലോ, നമ്മളൊരു നിലയില്ല കയത്തിലോട്ട് വീണ് പോകുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. നമുക്കൊരു ഉത്തരവില്ലല്ലോ. നമ്മൾ ഇങ്ങനെ കിടന്നിട്ട് നോക്കി എങ്ങനെ നമ്മൾ രക്ഷപ്പെടും, എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകും എന്നുള്ളതിന് ഉത്തരവില്ലായ്മയാണ്. അപ്പം നമ്മൾ അടുത്ത് നിൽക്കുന്ന അതൊക്കെ ആയിരിക്കും നമ്മുടെ രക്ഷയ്ക്കായി നമ്മൾ പിടിച്ചിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും. അപ്പം അത് പോകുന്നത് സ്വാഭാവികമായി നമുക്ക് അടുപ്പമുള്ള ആൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ ദേഷ്യമൊന്നുമില്ല. ഇപ്പം അങ്ങനത്തെ ആലോചിക്കാറില്ല. ഇല്ല. ഓക്കെ, അത് പോട്ടെ. അതായത് നമ്മൾ ഞാൻ എപ്പോഴും ആ സംഭവത്തോടെയാണ് എനിക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്നും നമ്മൾ കുറച്ച് എന്തെങ്കിലും ഇൻറ്റൻഷനലി ചെയ്താലേ തിരിച്ചു വരുള്ളൂ. അല്ല നമ്മളിങ്ങനെ ഒരു ദിവാസ്വപ്നം കൊണ്ട് ഇങ്ങനെ വേറൊരു ലോകത്ത് നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതൊരു റിയാലിറ്റിയാണ്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടും ആയതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഘട്ടത്തിൽ നമ്മൾ സ്വയം ഇരയായി നമ്മൾ തന്നെ കാണും. പിന്നെ കുറേ കഴിയുമ്പോൾ ആ പ്രശ്നത്തെ തന്നെ നമ്മൾ നോക്കിക്കാണുന്ന ആംഗിൾ മാറും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായും കുറച്ചുകൂടെ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റും. അങ്ങനെ അത് സമയമെടുത്ത് മാറി വന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു കുറുക്ക് വഴിയോ കുറുക്കല്ല നേരെ ഉള്ള വഴി എന്ന് പറയുമ്പോൾ സയൻറ്റിഫിക്കായി ഒരു കൗൺസിലിംഗ് പോലും അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. മുഴുവൻ നമ്മുടെ തനി. പിന്നെ ഈ വക കാര്യങ്ങൾ നമുക്ക് എല്ലായിടത്തും തുറന്ന് പറയാനും പറ്റില്ല. നമ്മളെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു സർക്കിളിൽ മാത്രം പറ്റുന്ന കാര്യങ്ങളായിരുന്നു. അതിനുശേഷം പിന്നീട് എങ്ങനെയായിരുന്നു ഈ ലൈഫ് തിരിച്ചു പിടിച്ചത്? അതായത് ഞാനിപ്പോൾ LLB കഴിഞ്ഞിങ്ങനെ നിൽക്കുന്നപ്പോൾ ഒരു സുഹൃത്ത് വലയത്തിൽ നിന്നും ഒരാൾ, അപ്പോൾ പുള്ളി ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, അവിടെ വേണമെങ്കിൽ ഒരു ലീഗൽ അഡ്വൈസറായിട്ട് നീ വന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻസ് ഒരുപാടുണ്ട്. ഇത്ര സമയം ഇരിക്കാൻ പറ്റുമോ, എന്താണ് അവിടെ ചെയ്യേണ്ട ജോലി, നമ്മളൊരിടത്ത് പ്രാക്ടീസോ അങ്ങനെ പ്രാക്ടിക്കലി ഉള്ള പരിചയത്തിന് വേണ്ടിയുള്ള ഒന്നിനും പോയിട്ടില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലുമുണ്ട്. പക്ഷേ പുള്ളി നന്നായിട്ട് ഫ്രീഡം തന്നു. നമുക്കൊന്ന് നമ്മുടേതായ രീതിയിൽ അവിടെ ആ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും തന്നു. അപ്പോൾ നമ്മൾ പതുക്കെ അതിലോട്ടായി. അപ്പോൾ നമ്മൾ കാശ് സമ്പാദിച്ചു തുടങ്ങി. അതുവരെ നമ്മൾ ഈ കാശ് വീട്ടുകാരിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിട്ടാണ് നമുക്ക് തന്നെ ഫീൽ ചെയ്യുക. അതോടെ ജീവിതം ഞാൻ അടുത്തൊരു കാര്യം മനസ്സിലാക്കുകയായിരുന്നു. നമ്മുടെ കയ്യിൽ സ്വന്തം ജീവിതത്തിനുള്ള കാശ് നമ്മൾ സമ്പാദിക്കാൻ തുടങ്ങിയാൽ അതെങ്ങനെ ജീവിതത്തെ മാറ്റും. അപ്പോൾ കോളേജ് കഴിഞ്ഞ സമയത്ത് ഇത് വന്നതായതുകൊണ്ട് തന്നെ നമുക്ക് പിന്നൊരു ജീവിതം പരിചയമില്ല. നമ്മൾ വീണ്ടും വീട്ടിനകത്ത് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അൾട്ടിമേറ്റ് പ്രശ്നം ഒരു 500 രൂപ ഡെയിലി ഉണ്ടാക്കിയാൽ ഒരു സാധാരണക്കാരൻ്റെ പ്രശ്നം തീരും.
അപ്പോൾ ഇത്രയും കാലം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ഒരു ജോലി എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ചില സ്ഥലത്ത് പോയി കാണുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റും. അപ്പം നമ്മൾ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അത് അവർക്ക് ചെറിയ സപ്പോർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഈ സുഹൃത്തുക്കളുടെ കാര്യം പറയുന്ന ആ സപ്പോർട്ട് എന്നുള്ളൊരു ആംഗിളിലാണ്. അപ്പോൾ നമ്മൾ അവർക്ക് ചെറിയൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരും ഇതായി വരൂലേ എന്നൊരു തോന്നലാണ്. അപ്പോൾ പലരെയും കണ്ടിട്ട് വീട്ടിൽ പോയി ഇരിക്കുമ്പോൾ നമുക്കൊരു കുറ്റബോധമാണ്. അത് ഇന്ന ചെറിയ കാര്യമില്ല, അത് നമുക്ക് ചെയ്യാൻ പറ്റൂലേ, മറ്റേ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള കുറ്റബോധമാണ്. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റിലോട്ട് എത്തി. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഒരു സ്വന്തം തൊഴിൽ എന്നൊന്നും നോക്കണ്ട, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത്, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു വലിയ ജീവിതാവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിലെ മനുഷ്യൻ എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് മാറും. നമുക്ക് ഇത്രയും അനുഭവങ്ങളിൽ കൂടെ ആണല്ലോ വരുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെ പിടിച്ചു വെച്ചിരുന്നാലും ഇതൊന്നും സ്ഥായി അല്ലെന്നും മനസ്സിലാക്കാം. പക്ഷേ ജീവിതത്തിന് മറ്റു ചില അർത്ഥങ്ങളാണ് വേണ്ടത്. കുറച്ചുകൂടെ എല്ലാവരും സമാധാനത്തിന് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെയുള്ളവരെ പോയി കാണുമ്പോഴും അവരുടെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കുമ്പോഴും അവരുടെ അടുത്ത് എന്തെങ്കിലും അങ്ങോട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലുണ്ടാകുമ്പോഴും ഒക്കെ ആയിരുന്നു ആ സമയത്തും നമുക്കൊരു ആശ്വാസം കിട്ടിയിരുന്നത്. പിന്നെ നമ്മൾ ആ വഴിക്ക് തന്നെ അങ്ങ് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ഗൂഗിൾ പിന്നീട് ഗൂഗിളിനെ കുറിച്ചും ഗൂഗിളിനെ പോലെ ജീവിക്കുന്നവരെ കുറിച്ചും കൂടുതലായി ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊരു തോന്നൽ ഗൂഗിളിൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ക്യാൻവാക്ക് എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ക്യാൻവാക്കിൻ്റെ പ്രവർത്തനം വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശ് റീഹാബിലിറ്റേഷൻ സെൻ്ററുമായി കൂടിച്ചേർന്ന് ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് അവർ പോകുന്നതും. ഇപ്പോൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ആദർശ് റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ ഇതുപോലെ വീൽ ചെയറിൽ ജീവിക്കുന്നവർക്ക് ആദർശ് ഒരുപാട് പരിചരണവും ചികിത്സയും സഹായങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. അതേക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു ഗൂഗിൾ പിന്നീട് എന്നോട് പറഞ്ഞത്. ഈ 2009 ഞങ്ങൾ ക്യാൻവാക്ക് സൊസൈറ്റി ഫോർ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവാക്കിൻ്റെ ഇതിൽ ഞങ്ങൾ കുറച്ച് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ എന്തെങ്കിലും ഈ റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. 2022 മുതൽ തിരുവനന്തപുരത്ത് SP ആദർശ് ഫൗണ്ടേഷൻ ഉണ്ട്. SP4 ഹോസ്പിറ്റൽ അവരുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ആദർശ് ഫൗണ്ടേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ നടത്തുന്നുണ്ട്. ഇന്ന് വരെ ഏതാണ്ട് 200ഓളം പേര് നമ്മളവിടെ വന്ന് റീഹാബിലിറ്റേഷനും മെഡിക്കൽ സർവീസും ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. അപ്പോഴും ഞങ്ങളെന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട് നിങ്ങളെ പോലെ ഈ ഒരു പറ്റിയ വീൽ ചെയറിലായ ആൾക്കാർ തന്നെ തിരുവനന്തപുരത്ത് നിന്നാണ് ഈ 200 പേരെങ്കിലും വന്നു പോയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് അങ്ങനെ വ്യക്തമായൊരു കണക്കൊന്നുമില്ല എത്ര പേരുണ്ടാവും എന്നുള്ളത്. പക്ഷെ ചില കണക്കുകൾ പറയുന്നത് കേരളം മുഴുവൻ ഒരു 40,000 പേരുണ്ടാവും എന്നാണ്. ചിലർ പറയുന്നത് അത്രയും ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. എന്തോ പക്ഷെ നമുക്ക് ഇവിടെ കൃത്യമായ ഒരു കണക്കില്ല. കാരണം ഈ സംവരണം പോലുള്ള കാര്യങ്ങൾ വരുമ്പോഴും മെഡിക്കൽ സർട്ടിഫിക്കറ്റിലായാലും മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്ന് സ്പെസിഫിക് ആയിട്ട് എഴുതാറുണ്ട്. പക്ഷേ മറ്റേ ഈ സർവേ പോലുള്ള ഡോക്യുമെന്റ്സിനകത്ത് ഓർത്തോപീഡിക്കലി ഡിസേബിൾഡ് എന്നുള്ള ഒറ്റ സെക്ഷനാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സ്പൈനൽ കോഡ് ഇഞ്ചുറി സ്പെഷ്യലായിട്ടൊരു ഓപ്ഷൻ ഇല്ല. ഓർത്തോപീഡിക്കലി ജീവിതത്തിൻ്റെ ഒരു സമയം വരെ ഇവിടുത്തെ ഈ സോ കോൾ നോർമൽ ലൈഫ് നയിക്കുന്ന ആൾക്കാരാണ്. ഈ ചേഞ്ച് അവരെങ്ങനെ ഉൾക്കൊള്ളുന്നു, അവരെങ്ങനെയാണ് ഇതിനെ സർവൈവ് ചെയ്ത് ഒരു സാധാരണ ജീവിതത്തിലോട്ട് മടങ്ങി പോകേണ്ടത് എന്നുള്ളതൊക്കെ വ്യക്തിപരമായി തന്നെ നോക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതെ. ഇപ്പം നമ്മളിപ്പം ഇതിൻ്റെ കാര്യം പറയുമ്പോഴും ഇപ്പം ഈ ആദർശ് ഫൗണ്ടേഷൻ്റെ കാര്യം പറയുമ്പോൾ ഡോക്ടർ ആദിത്യ ഉണ്ട്. ഇപ്പം മെഡിഫോർട്ട് ഹോസ്പിറ്റലിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ആദിത്യ ഡോക്ടറിനെ കണ്ട് സംസാരിക്കുമ്പോൾ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ടാണ്. നമ്മളിത് കുറേ കാലം, നമുക്കിത് എത്ര കാലം എന്ന് പറയാൻ പറ്റില്ല, ഒരാളിനെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത്. അപ്പോൾ ചേഞ്ച് അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നാണ് തോന്നിയത്. അതായത് നമ്മുടെ ഫ്രണ്ടിൽ ഒരു നിവൃത്തിയില്ലാത്ത, അപ്പോൾ ഇത് ഓരോ പ്രശ്നങ്ങൾ ഇപ്പം 20 വർഷമായി ഇതിനകത്ത് ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രിയപ്പെട്ടവരാരെങ്കിലും. മഹാഭൂരിപക്ഷം പേരും ഒറ്റയ്ക്കാണ്. ഇപ്പോൾ ഈ അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും സംരക്ഷണയിലാണ്. ഇവർക്ക് ആർക്കെങ്കിലും വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ ആര് നോക്കും? ഇങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് പോയി വീഴുന്നത് വരെ ഇപ്പം നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങളും കൂടുതലായിട്ട് നമുക്ക് വളരെ അടുത്തറിയാമെന്നുള്ളവരിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു അവസ്ഥയും കാണുന്നുണ്ട്. അപ്പം നമ്മൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ വരുമ്പോൾ കിടപ്പ് രോഗി എന്ന് പറഞ്ഞായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വിടുന്നത്. അപ്പോൾ ഇവർക്ക് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതെ സ്വന്തമായി ജീവിക്കാൻ പറ്റണമെന്ന് പറയുമ്പോൾ അതിന് 1-2 തലങ്ങളുണ്ട്. ഒന്ന്, ഇവർ ശാരീരികമായുള്ള സംഭവിക്കുന്ന ഈ പരിമിതികൾ കൊണ്ട് തന്നെ വീടുകൾക്കുള്ളിലായിരിക്കും. ഇപ്പോൾ ഈ വളരെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഇപ്പോൾ അവർ ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എടുത്തു പൊക്കി ഇപ്പം
കൊണ്ടുപോകേണ്ടിയൊക്കെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ കൺസിഡറേഷൻസ് സ്വാഭാവികമായും കുറയും. അതിപ്പോൾ എല്ലാവർക്കും ഒരു കെയർ ടേക്കറെന്നും വെച്ച് ഡെയിലി ചെയ്യാനുള്ള നിവൃത്തിയൊന്നും കാണില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ ജീവിതം കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രമിച്ചത്, അല്ലെങ്കിൽ ഇപ്പം ശ്രമിക്കുന്നത് ഒരാളാ എന്തൊക്കെ കാര്യത്തിൽ ഇപ്പം ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കുമ്പോൾ, അപ്പോൾ അത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരാളിന് ബെഡിൽ നിന്ന് തനിയെ എഴുന്നേക്കാൻ പോലും പറ്റില്ലായിരിക്കും. അപ്പോൾ പിടിച്ചായിരിക്കും മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് അതിനുള്ള എക്സർസൈസസ് ഓരോരുത്തരുടെയും പ്രത്യേകത അനുസരിച്ചുള്ള രീതി വെച്ചിട്ട് എങ്ങനെ ബെഡിൽ നിന്ന് തനിയെ എഴുന്നേക്കാം അത് പരിശീലിപ്പിക്കും. അപ്പോൾ കൈയും കൂടെ ഓക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ ഇത് നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. അവർക്ക് ചേർന്ന രീതിയിൽ എന്താണ്. അപ്പം ഇത് കുറച്ച് ടെക്നിക്കലി തന്നെ കറക്റ്റായ ഒരു 3-4 വഴികളുണ്ട്. അതിലേതാണ് ഇവർക്ക് കൂടുതൽ സ്യൂട്ടാവുന്നത് അതനുസരിച്ച് പിന്നെ അതിൽ പ്രാക്ടീസ് ചെയ്തെടുക്കുക. പിന്നെ അവിടെ നിന്ന് പിന്നെ വീൽ ചെയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഈ ഫിസിയോതെറാപ്പിസ്റ്റും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്? ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട്. ഇങ്ങനെ പല രീതിയിലാണ്, പല പ്രൊഫഷണൽ സാധനങ്ങൾ ചേരേണ്ടതാണ്. റിഹാബിലിറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുമ്പം അതിൽ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഒരു ചെറിയ സാധനം മാത്രമേ ആകുന്നുള്ളൂ. വീണ്ടും ഒരുപാട് ദൂരം പോകേണ്ടി വരും. നമ്മളപ്പം ഈ പറഞ്ഞ പോലെ 10-100 പേര് ഈ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ കൂടെ തെറാപ്പി ചെയ്ത് ഈ കാര്യങ്ങളുടെ എബിലിറ്റി വന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ പോയി ചെയ്യാൻ ഒരു കാര്യം വേണ്ടേ? അതെ. അല്ലാതെ ഇപ്പോൾ ഡെയിലി എണീറ്റ് നിങ്ങൾ ഒരു ഇത്രയും ആയാസപ്പെട്ട് കുളിച്ച് റെഡിയായി ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ. കാര്യമില്ലാതെ ഇറങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തായി പോകും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാൾ വരുന്നു, അയാളൊരു എന്താണ് കാര്യമായ ഔപചാരിക വിദ്യാഭ്യാസമോ ഇതൊന്നും ഇല്ലാത്ത ഈ ആധുനിക സാങ്കേതിക വിദ്യയെന്ന് ഒരുക്കി തരുന്ന സൗകര്യങ്ങളൊന്നും ഉപയോഗിച്ച് മറ്റൊരു ജീവിത മാർഗം കണ്ടുപിടിക്കാൻ കഴിയാത്ത അങ്ങനെ ഒരാളാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളൊരു സ്റ്റാൻഡേർഡ് സ്പെസിമെൻ. ഇങ്ങനെ ഒരാൾ നമ്മളടുത്ത് വരികയാണെങ്കിൽ അയാളെ എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിലോട്ട് തിരിച്ചു പിടിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? അപ്പോൾ അതിന് നമുക്ക് ഏതെങ്കിലും കുറച്ച് സ്പോൺസർമാരെ കിട്ടി കുറേ കാലം ആഹാരം കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുക. അതല്ല നമ്മുടെ വഴി. അവർക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ പറ്റണം, സ്വയം പര്യാപ്തനാവുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫിസിക്കൽ സെൻസിലല്ല, മൊത്തത്തിൽ അവൻ സ്വന്തമായി ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് പറ്റിയ ഇമ്മീഡിയറ്റ് പണികൾ ഏതാണ്? അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരക്കി നടന്നപ്പോൾ ഈ സൊമാറ്റോ ഡെലിവറിയുടെ കാര്യം പെട്ടെന്ന് വരുന്നത്. അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ 1-2 അതായത് കാര്യമായ സ്കിൽ ട്രെയിനിങ് ഒന്നും നമ്മൾ കൊടുക്കേണ്ടി വരില്ല. പിന്നെ ഈ വിദ്യാഭ്യാസം അതിനകത്തൊരു മാനദണ്ഡമായി വരില്ല ഇത് ചെയ്യാനാണെങ്കിൽ. ഇപ്പം സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മളൊന്നും ചെയ്യാം എന്ന് പറഞ്ഞു. എന്താണ് സത്യസന്ധമായി പറഞ്ഞാൽ ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലായിരുന്നു മഹാഭൂരിപക്ഷം പേര് ഈ ഐഡിയ കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞത്. നടക്കില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞ പ്രായോഗികമായുള്ള പല പ്രശ്നങ്ങളും ഒരു വീൽ ചെയറിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കറിയാം അത് എന്തുകൊണ്ട് വരുന്നു, അതെങ്ങനെ കടന്നു പൊക്കോളൂ. അപ്പം അങ്ങനെയുള്ള ചില ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോയി, നശിച്ചു. അതായത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. മരത്തിൽ നിന്ന് വീഴുന്ന ഒരാളെന്ന് പറയുമ്പോൾ കുടുംബത്തിലെ ഏക വരുമാനമായിരിക്കും. നിങ്ങൾ ആ വീഴുന്നതോടെ ആ കുടുംബമായിരിക്കും താളം തെറ്റുന്നത്. പിന്നെ എന്ത് ചെയ്യും? എപ്പോഴും അവരെ നോക്കാൻ ഒരാൾ വേണം. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം വരും. എപ്പോഴും ഒരാൾ ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. അപ്പോഴുള്ള എന്താണ്, ബാക്കിയുള്ളവരുടെ മുഴുവൻ സോഷ്യലിയുള്ള എൻഗേജ്മെൻറ്റ്സ് കുറയും. എപ്പോഴും ഇവിടെ ഒരാൾ വേണം. അതായത് ഈ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കല്യാണത്തിന് പോവില്ല. അപ്പോൾ ഇയാളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്ന അടുത്ത ബന്ധു ആര്? അതിപ്പോൾ ഭാര്യയാണോ അമ്മയാണോ? ഇവരും പിന്നെ ഒരു സ്ഥലത്തും പോകാതാവും. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം പോവുകയും ബാക്കിയുള്ള എല്ലാ സ്ഥലത്തു നിന്നും, അതായത് ഇതൊരു ആ ഫാമിലിയെ തന്നെ മറ്റൊരു രീതിയിലാക്കി കളയും, അവരുടെ ഒരു സോഷ്യൽ ലൈഫും എക്കണോമിക് ലൈഫും എല്ലാം. അപ്പോൾ ഈ മരത്തിൽ നിന്ന് വീണ ആളെന്ന് പറയുമ്പോൾ ആ ഇൻകം നാളെ മുതലില്ല എന്ന് മാത്രമല്ല, ഇയാളിനി ഫ്യൂച്ചറിൽ, അതായത് ഇപ്പോൾ നിലവിലൊക്കെ ഏതൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് സ്കീം പോലും ഇല്ല. എന്തെങ്കിലും അസുഖം വന്നാൽ പോയി കാശ് കൊടുത്തോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി തന്നെ ചികിത്സിക്കണം. അപ്പോൾ ഇയാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് കാശ് അങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിരിക്കും. അതെ. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡും പൊതുവെ ഇത് ആർക്കും തുറന്ന് പുറത്ത് പറയാനും പറ്റില്ല. ഈ ഒരുപാട് ഡൊമസ്റ്റിക് പ്രശ്നങ്ങൾ ഇങ്ങനെ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പലരും നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റാത്ത പ്രശ്നങ്ങളായിരിക്കും. കാരണം ഈ നമ്മളടുത്ത് പറഞ്ഞൊന്നും പോലും അവരറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. പിന്നൊരു വെള്ളം കുടിക്കണമെങ്കിൽ അവർ വേണം. അതെ. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ അത് മൊത്തത്തിൽ ഇൻഡിവിജ്വലി ഇവരെ വ്യക്തിപരമായിട്ടും അല്ലാതെ ആ ഫാമിലിയെ മൊത്തത്തിലും ഒക്കെ ഭയങ്കരമായിട്ട് മറ്റൊരു രീതിയിലാക്കി കളയും. ഇതുവരെ നമ്മൾ തുടർന്നു വന്നൊരു ജീവിതം കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാവും. നമ്മുടെ സോഷ്യൽ ലൈഫൊക്കെ മറ്റൊന്നായി പോകും. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഇത് കാണുമ്പോൾ. അപ്പോൾ ഇവരെങ്ങനെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാം? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സൊമാറ്റോ ജോലി വന്നപ്പോൾ അതിനകത്തുള്ള നമ്മൾ പകുതി ലോണും കൂടെ വെച്ച് ചെയ്താൽ ഇവർക്ക് കുറച്ചുകൂടി ഒരു ചൂടും കൂടെ വേണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നാളെ കുറച്ച് കാര്യങ്ങൾ പോസിറ്റീവ് ആരോഗ്യം കൂടെ വേണമല്ലോ. കുറേ വർഷം കിടന്നിട്ടുള്ളവരൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇവരുടെ എല്ലാ ആറ്റിറ്റ്യൂഡ് സ്വാഭാവികമായി മറ്റൊന്നായി പോയിട്ടുണ്ട്.
അപ്പോൾ അവർക്കും കൂടെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലർക്ക് ഇപ്പോൾ 8 മണിക്കൂർ ഇരിക്കാൻ പറ്റില്ല. എപ്പോഴാണ് ജോലി മതിയാക്കേണ്ടത് അപ്പം മതിയാക്കി പോകാൻ പറ്റിയ ഒരു ജോലിയാണ് നല്ലത്. അതെ. അപ്പോൾ ഇതാകുമ്പോൾ ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് വേറെ വലിയ ലയബിലിറ്റീസ് ഇല്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നി അവിടെ വെച്ച് ഇത് മതിയാക്കിയിട്ട് പോകാം, ആ ജോലി അങ്ങ് തീർത്തിട്ട് മതിയാക്കി പോവാം. ഇങ്ങനെ കുറച്ച് അങ്ങനെയുള്ള പ്രത്യേകതകളും കൂടെ കൊണ്ടാണ് നമുക്ക് ഈ ജോലി കുഴപ്പമില്ലാന്ന് തോന്നുന്നത്. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞൊരു പയ്യനാണ്, അവനെ നിർബന്ധിച്ച് വീട്ടിൽ പോയി കോളേജിൽ പറഞ്ഞു വിടും. അവൻ ഡിഗ്രി ജയിക്കാതിരിക്കുകയോ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ സോഷ്യലി അവൻ വേറൊരാളായി മാറും. അത്രയും കാലം വീട്ടിൽ കിടക്കാതെ അവൻ ഒരു കോളേജിലാണ് പോകുന്നത്. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം അങ്ങനെയാണ്. നമുക്ക് ആരോഗ്യമുള്ള സമയത്തായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ബാക്കി എന്തുണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിൽ അത് നമുക്ക് ഒരു ദുഃഖം തന്നെ ആയിരിക്കും. മനുഷ്യൻ അങ്ങനെ ആയിരിക്കുമല്ലോ ചിന്തിക്കുക. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാനസികം തന്നെയാണ്. ഇത് എങ്ങനെയാണ് ഈ അവസ്ഥയെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു പുതിയ കുട്ടി ജനിച്ച പോലെയാണ്. ഈ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. പുതിയതായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ പ്രാഥമികമായത് തൊട്ട് അങ്ങറ്റം വരെ ആ കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അതുപോലൊരു അവസ്ഥയാണ് നമ്മൾ ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന പക്ഷേ കുട്ടിയും ഇതും തമ്മിലുള്ള വ്യത്യാസം, കുട്ടിയെ ഇക്കാര്യത്തിൽ ഒരാളിന് ഹെൽപ്പ് ചെയ്യാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ എളുപ്പമാണ്. കുട്ടി ചെറിയ ആളാണ്, വെയിറ്റ് ഇല്ലാത്ത ആളാണ്, അപ്പം നമുക്ക് എടുത്ത് പെരുമാറാൻ പറ്റും. ഇത് അങ്ങനെയല്ല, ഓർമ്മയും ബോധവുമുള്ള മനുഷ്യനും കൂടെയാണ്. അപ്പോൾ അത് ഇമോഷണലി വേറെ രീതിയിലാണ്. ഈ വക കാര്യങ്ങൾക്ക് പോലും നമ്മളുടെ ഈ ഡിപ്പെൻഡൻസി ജീവിതത്തെ കുറച്ചൊക്കെ തിരിച്ചറിഞ്ഞ ആൾക്കാർ. ഉറപ്പായിട്ടും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുമായിട്ട് പോപ്പപ്പ് ചെയ്ത് വരാൻ. അപ്പം മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കും അറിഞ്ഞുകൂടാ, എന്നെ കാണാൻ വരുന്ന എനിക്ക് ചുറ്റും നിൽക്കുന്നവർക്കും അറിഞ്ഞുകൂടാ എന്താണ് ഇതിൻ്റെ ഒരു അടുത്ത പടി എന്നുള്ളത്. അതെ, ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു അപകടം പറ്റുമ്പോൾ നമുക്കൊരു 10 വർഷം അപ്പുറമുള്ളൊരു പ്ലാൻ ഇടാൻ പറ്റില്ല. കാരണം നമ്മൾ വളരെ ജെന്യൂനായി തന്നെ വിശ്വസിക്കുന്നത് നമ്മൾ അത്രയും കൊല്ലം ജീവിച്ചിരിക്കില്ലെന്നാണ്. അപ്പം നിങ്ങൾ ആ കാലത്ത് ആലോചിക്കണം, ഒരു 10-25 വർഷം മുമ്പ് ഒരാളിനൊരു അപകടം പറ്റുന്നു, കൂടെ ഉള്ള ഒരാൾ വീണ് ശരീരം തളർന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇത് അയ്യോ പെട്ടെന്ന് അവൻ ജീവൻ വിട്ട് പോകേണ്ടി വരും എന്ന് നമ്മുടെ മനസ്സിൽ എവിടെ നിന്ന് തോന്നും. അപ്പോൾ എനിക്കും അന്ന് തോന്നി. ഞാൻ പിന്നെ ഒരു സമയത്ത് എൻ്റെ അമ്മയോട് തന്നെ ചോദിച്ചു നോക്കിയിട്ടുണ്ട്, അപ്പോൾ ഇതെങ്ങനെയാണ് അന്ന് ഫീൽ ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, പെട്ടെന്ന് മരിച്ചു എന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നുണ്ട്, അത് അങ്ങനെ ആയിരുന്നു അന്ന് ആദ്യം തോന്നിപ്പോയത്. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കും അങ്ങനെ ഒരു തോന്നലുണ്ട്. അതെൻ്റെ ഒരു സുഹൃത്ത് മരിച്ചപ്പോൾ സുഹൃത്തിൻ്റെ വൈഫ് ഞാൻ പോയിരുന്ന് സംസാരിക്കുമ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയുകയാണ് നിൻ്റെ കാര്യം പറയുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ പേഴ്സണലി എൻ്റെ ഒരു സുഹൃത്ത് എന്താണ് എന്നെപ്പറ്റി പുറത്തൊരാളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന അവസ്ഥയെ പുള്ളി എങ്ങനെയാണ് അന്ന് കണ്ടത് എന്ന് എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുന്ന അങ്ങനെയാണ്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത്, ഞാൻ പെട്ടെന്ന് നീ ഒരു 4-5 വർഷം കഴിയുമ്പോൾ മരിച്ചു പോകുന്നതാണ് ഇവരെല്ലാം വിചാരിച്ചത് എന്ന് സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് എനിക്ക് അതിലൊരു ക്യൂരിയോസിറ്റി തോന്നി. എനിക്കും അങ്ങനെയായിരുന്നു, സെയിം ആയിരുന്നു ആ സമയത്ത് തോന്നിയിരുന്നത്. ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്കും അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ സത്യസന്ധമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് എന്തായിരിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ? ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് നമുക്ക് പിന്നെ വേറെ വലിയ ബാധ്യതകളൊന്നുമില്ല, പ്രായം ചെറുതാണ്, നമുക്കൊന്നും ചെയ്യാനില്ല, നിസ്സഹായ അവസ്ഥയുടെ അങ്ങേ അറ്റമാണ്. നമ്മളിനി എന്തൊക്കെ ഉണ്ട്, നമ്മളിനി ആരൊക്കെ നമ്മളെ കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ അതുണ്ട് ഇതുണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിനൊന്നും നമ്മളെ രക്ഷിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു അന്ന് വിചാരിക്കുന്ന അളവിൽ ഒരു റിക്കവറി തരാൻ പറ്റുന്ന ഒരു സാധനവും നമ്മളെ കൂടെ ഇല്ല എന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നത്? ഒരു സ്വപ്നമോ ഒരു ഇതോ ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി ഒരു മരണം വരും, അതുവരെ അങ്ങ് മിണ്ടാതെ അങ്ങ് പോവുക, മരണത്തോടെ രക്ഷപ്പെടും, നമ്മളെ കൊണ്ട് നമുക്കും ചുറ്റുപാടുകളുള്ള ശല്യം അതോടെ തീരും എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 5 വർഷത്തിനപ്പുറമുള്ളൊരു പ്ലാൻ ഇടാൻ പറ്റില്ല. അതിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് നമ്മൾ അങ്ങനെ കിടന്ന് ഓടുന്നത്? നമ്മൾ അതുവരെ എത്തൂലല്ലോ. പിന്നെ എന്തിനാ ആ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഒരു ചിന്ത പോകുന്നത്. പിന്നെ 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 പിന്നെയാണ് നമ്മളിത് മനസ്സിലാക്കി വരുന്നത്. ഇത് ചില സെർട്ടൻ പ്രശ്നങ്ങളുണ്ട്, അതാണ് ഇതിൻ്റെ മരണകാരണമായേക്കാവുന്നത്. ഫോർ എക്സാമ്പിൾ പ്രഷർ സോഴ്സ് വരും എപ്പോഴും ഒരേപോലെ അനങ്ങാതെ കിടന്നാൽ. ഇപ്പോൾ ഇതിന് ഇൻഫെക്ഷനൊക്കെ അടിച്ചിട്ട് അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഇന്റേണൽ ഇഷ്യൂസ് വരാൻ സാധ്യത. അതെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളൊന്ന് കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ പ്രഷർ സോർ വരാതിരിക്കാൻ നോക്കണം. യൂറിനറി ഇൻഫെക്ഷനൊക്കെ വന്നാൽ ആദ്യം തന്നെ പോയി ആൻറ്റിബയോട്ടിക് കഴിക്കണം, ഡോക്ടേഴ്സിനെ കാണണം, യൂറിൻ കൾച്ചർ ചെയ്ത് നോക്കണം. അങ്ങനെയൊക്കെയുള്ള ചില മുൻകരുതലുകൾ എടുത്താൽ പിന്നെ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഇല്ല എന്നാണ് നമ്മൾ ഗ്രാജുവലി മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ജീവിതത്തിൽ ഒരു ലക്ഷ്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ലക്ഷ്യങ്ങളുണ്ട്. പിന്നെ സ്വകാര്യമായി തന്നെ ഫാമിലി പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികളൊക്കെ മാക്സിമം വളരുന്നവരെ കാണണമെന്നൊക്കെ തോന്നുമല്ലോ. അപ്പോൾ കുറച്ചുകൂടെ കാലം ജീവിച്ച് ഇപ്പോൾ വിവാഹം കഴിയുന്ന സമയത്ത് ഞാൻ ആദ്യം ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മൾ ഇപ്പം ഇത്രയും വർഷമായി 10 വർഷമാകുന്നു ഇപ്പോൾ ഇത് പറ്റിയിട്ട്, ഇനി എത്ര നാളും കൂടെ ജീവിച്ചിരിക്കാനായിരിക്കും എന്നൊക്കെ ആ സമയത്ത് എവിടെ ഒരു അങ്ങനെ ഒരു മരണഭയം പോലെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തോന്നിയിരുന്നു. അത് വളരെ വലിയ കാലം തോന്നിയിരുന്നു. അപ്പം
അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. പിന്നീട് ഇപ്പം പിന്നെ അങ്ങനെ അധികം ഇല്ല. അത് നമ്മൾ ആക്റ്റീവായി വരുന്നതിനനുസരിച്ച് അത് മാറിപ്പോയിക്കൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. ഇനി സ്വന്തം ഫാമിലിയിലേക്ക് വന്നാൽ പുള്ളിക്കാരത്തി എങ്ങനെയാണ്? അത് ഞാൻ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ അതോ? അല്ലല്ല, ഞങ്ങൾക്ക് തമ്മിൽ നേരത്തെ പരിചയം. എനിക്കൊരു 10 വർഷം മുമ്പേ, വിവാഹത്തിനും 10 വർഷം മുമ്പേ പരിചയമുണ്ട്. ഇപ്പോൾ കോളേജിൽ ഞാൻ മാർവേൻസിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട് അതിൻ്റെ അടുത്താണ്. അപ്പോൾ പിന്നീട് വന്നവർ ഫ്രണ്ട്സ്, അവരുടെ ഫ്രണ്ട്സ് ഒന്നും പറയേണ്ട. അതായത് എനിക്ക് ആക്സിഡൻറ്റ് പറ്റുമ്പോഴും ജൂനിയേഴ്സ് ആയിട്ടുള്ളവർ അവിടെ ഉണ്ടല്ലോ. അങ്ങനെ വന്നു തുടങ്ങിയവരുടെ കൂട്ടത്തിൽ അന്ന് പരിചയപ്പെട്ടത് 2007 പരിചയമുണ്ട്. പിന്നെ വിവാഹം കഴിക്കുന്നത് 2017. ഓക്കെ. അപ്പോൾ അതൊരു ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു. ബേസിക്കലി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ഇപ്പോഴും. അപ്പം ഇത് അങ്ങനെ വലിയ മറ്റുള്ളവർ വിചാരിക്കും ഇതിപ്പോൾ ഇങ്ങനെ കിടന്ന് വേറെന്തോ എന്താണ് പ്രണയപ്പുഴ ഒഴുകി, അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ വളരെ പ്രാക്ടിക്കലായുള്ള കാര്യങ്ങൾ വെച്ച് സംസാരിച്ചെടുത്ത തീരുമാനമാണ് ഒരുമിച്ച്. ആദ്യം പരസ്പരം മനസ്സിലാക്കി ഇത്രയും വർഷത്തെ പരിചയമുണ്ട്. അതെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് ജീവിക്കാമെന്നെടുത്ത തീരുമാനമായിരുന്നു. ആ തീരുമാനം ആദ്യം പറഞ്ഞ ആരായിരുന്നു? മീനു എൻ്റെ അടുത്ത് പറയായിരുന്നു, നമുക്ക് മീനു എന്നാണോ പേര്? അതെ അതെ. ഓക്കെ. നമുക്കങ്ങനെ ഒരുമിച്ച് ജീവിച്ചുകൂടെ എന്നിങ്ങനെ പറയും. മീനു ഇങ്ങോട്ട് ചോദിച്ചു. അതെ, അങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോൾ ഞാനും ആലോചിച്ചപ്പോൾ ആദ്യമൊക്കെ നമുക്കത് അങ്ങനെ ഡൈജസ്റ്റ് ഓക്കെ എന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞോ അതോ? അല്ലല്ല, അത് എനിക്കപ്പം 33 വയസ്സുണ്ട്. ഇത് ഈ ആദ്യം പറഞ്ഞ ഈ ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ ഒരു 26 വയസ്സ് തൊട്ട് പിന്നെ വേറൊരു ലോകത്താണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറെ കൂടെ റിയലിസ്റ്റിക് ആയി വേറൊരു പ്ലെയിനിലോട്ടാണ് അവിടെ നിന്ന് റിഫോം ചെയ്ത് വരുന്നത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഇത് അങ്ങനെ ഒരു ദുഃഖമോ അങ്ങനെ ഒരു ലക്ഷ്യമോ ഒന്നും നമ്മുടെ ഇല്ല, വിദൂര ചിന്തയെ പോലും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഇതായിട്ട് ആലോചിച്ചപ്പം വിചാരിച്ചത് നോക്കാം എന്ന് വിചാരിച്ചു. അല്ല, ഇത് മീനു ഇങ്ങോട്ട് പറഞ്ഞ ആ സമയത്ത് തന്നെ പറഞ്ഞോ ഓക്കെ ഞാൻ റെഡിയാണ്? ഇല്ല, നമ്മളൊരു 5-6 മാസം വീണ്ടും എടുത്തു സംസാരിച്ചു കുറേ. അപ്പോൾ എനിക്കും എന്നെ കാണാൻ വരുന്ന ഒരാളാണ്. ഇപ്പോൾ നമുക്ക് സ്വകാര്യമായി നമ്മുടെ അവസ്ഥ എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പേരൊക്കെകൊണ്ട് നടക്കുന്നതെന്നൊന്നും നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ കുറച്ചു നേരം പേഴ്സണലി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റി വന്നു. അപ്പോൾ ഓക്കെ ആണെന്ന് എനിക്കും തോന്നി. നമ്മളങ്ങ് സംസാരിച്ച് പോകും. 2 കുട്ടികൾ, ട്വിൻസ്. എന്താ അവരുടെയൊക്കെ പേര്? മാനവും തരണും. ഓക്കെ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? എത്രയിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്സിലാണ്. 2ാം ക്ലാസ്സിൽ. ഓക്കെ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹം എന്ന യൂണിവേഴ്സിറ്റിയിൽ നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഗൂഗിൾ തീർച്ചയായും ഒരറിവ് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് പറ്റുമ്പോൾ തനിക്കിത് പറ്റില്ല എന്ന് ചിന്തിക്കുന്നവർക്കുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എന്തായാലും അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ അനുഭവങ്ങളുടെ ഒരു പകർപ്പാണ്. അതുപോലെ തന്നെ അദ്ദേഹം എടുത്ത പല തീരുമാനങ്ങളും അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാളുടെ ശരിയുമാണ്. ഇനി മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും